അപ്പൊ 25-ാം തീയതി ബറോസ് സിനിമ റിലീസാവാനാണ്. നമ്മുടെ ലാലേട്ടൻ സംവിധാനം ചെയ്ത് വരുന്ന സിനിമയാണ്. 3D ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവതാർ എടുത്ത അതേ ക്യാമറയിലും അവതാറിന്റെ 3D ചെയ്ത സെയിം ആളുകളെ കൊണ്ടാണ് ബറോസ് 3D ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ തന്നെ എനിക്ക് നല്ല ഹൈപ്ഡ് ആണ്. വേറെ ഒന്നും എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും 3D എന്നെ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ. അപ്പൊ നമുക്കിപ്പോ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ടീമിനെ കൊണ്ട് തന്നെയാണ് അപ്പോ ലാലേട്ടൻ സംഭവം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു പിള്ളേരുടെ മൂവിയാണ്. അത് ഉറപ്പ് വരുത്താൻ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്റെ അമ്മേനെയും അനിയനെയും ബറോസിന്റെ ടീം തന്നെ തൊട്ടടുത്ത ദിവസം തേഴ്സ്ഡേ 26-ാം തീയതി ലാലേട്ടൻ എല്ലാവരും മഞ്ഞുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും ചേർന്നിട്ട് കുട്ടികളിലൊത്ത് സിനിമ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ദിസ് മൂവി ഈസ് ഇന്റൻഡഡ് ഫോർ കുട്ടികൾ. അപ്പൊ ഫാമിലി ഓഡിയൻസും കുട്ടികൾക്കും മിക്കവാറും ഈ സിനിമ വർക്കാവാനുള്ള ചാൻസ് ഉണ്ട്. മറ്റുള്ള കാര്യം നമുക്കറിയില്ല. ഞാൻ എന്തായാലും കണ്ടുനോക്കിയിട്ട് ഞാൻ തുറന്ന അഭിപ്രായം പറയും. എന്തൊക്കെ കാരണം ഉണ്ടെങ്കിലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ തുറന്നു പറയും. ഞാൻ ടിക്കറ്റ് എടുത്താണ് സിനിമ കാണാൻ പോകുന്നത്. കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയും, തുറന്നു പറയും. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. പക്ഷെ എന്തായാലും സംഭവം എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു ഇതൊരു കുട്ടികളുടെ സിനിമയാണെന്നുള്ള. അപ്പൊ എന്റെ മനസ്സ് പറയുന്നത് ഇതൊരു മാജിക് പോലത്തെ ഉള്ള ജിജോ പൊന്നൂസ് സംവിധാനം ചെയ്തിട്ടുള്ള ടൈപ്പ് ഒരു സിനിമ പോലത്തെ കുട്ടികളുടെ സിനിമ ആവാനാണ് ചാൻസ് എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഈ ഒരു ബറോസിന്റെ കാസ്റ്റാങ്കർ എടുത്ത് നോക്കിയാൽ തന്നെ ഇതിനകത്തുള്ള ടെക്നീഷ്യൻസിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷ് ശിവനാണെങ്കിൽ ശരി, ഇവരെല്ലാവരും കുട്ടികളെ സിനിമ എടുത്തിട്ടുള്ളവരാണ്. കുട്ടികളെ വലിയ കാര്യമുള്ളവരാണ്, ലാലേട്ടൻ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമാവാനാണ് ഹൈ ചാൻസ്. അപ്പൊ നിങ്ങള് മറ്റേ മലയക്കോട്ട വാലിബൻ കാണാൻ പോയ വൈബ് ഇത് കാണാൻ പോകണ്ട. അത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടായതാണ്. ഈവൻ എനിക്ക് പോലും ആ സിനിമ ഇഷ്ടപ്പെടാതെ ഇരുന്നാണ്. അതിന്റെ മെയിൻ കാരണം തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം ഒരു തെറ്റായ ഒരു മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് താഴെ പോയ ഒരു സിനിമയാണെന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. അതായത് ആ സിനിമ മേ ബി ഒരു ഫാൻ ഷോ നടത്താതെ സാധാരണ 10 മണിക്ക് വല്ലതും തുടങ്ങുകയും ചെയ്ത് അനൗൺസ്മെന്റ് ചെയ്ത സമയത്ത് BJPയുടെ ഒരു പടത്തില് ഒരു ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ഒരു സ്പൂഫ് സ്റ്റൈലിലുള്ള ഒരു സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് പിന്നെയും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തേനെന്നൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. എനിവേസ് എന്തൊക്കെയാണെങ്കിലും ശരി, അത് ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവര് കൂടുതൽ പേരുമുണ്ട്. അപ്പൊ എന്തായാലും ബറോസ് എന്തും ആവട്ടെ, ഞാൻ കുത്തിവെക്കുന്നത് 3D ആണ്. 3D എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഐമാക്സിൽ ഇറക്കുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഐമാക്സിന്റെ ഒരു ഇൻഫർമേഷൻസ് ഇതുവരെ വന്നിട്ടില്ല. ഐമാക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഐമാക്സിന്റെ വെബ്സൈറ്റിൽ ഈ സിനിമ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഐമാക്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എങ്ങും ബറോസിന്റെ ഐമാക്സിന്റെ DMR ചെയ്തതായിട്ടോ ഒന്നും ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഐമാക്സിൽ ഉണ്ടാവുന്ന കാര്യം ഡൗട്ടാണ്. എന്താണെന്നൊരു പിടുത്തം കിട്ടണം. അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻസ് എനിക്ക് ലഭ്യമല്ല. പക്ഷെ സിനിമയുടെ DCP വന്നിരിക്കുന്നത് ഫ്ലാറ്റ് റേഷ്യോ ആണ്. അപ്പോ ഫ്രെയിം ബ്രേക്ക് 3D ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും KDM വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി രാവിലെയായിരിക്കും KDM വരുന്നത്. അപ്പോൾ സിനിമ കാണാൻ കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഫ്രെയിം ബ്രേക്ക് 3D ഉണ്ടോ. ഫ്രെയിം ബ്രേക്ക് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ആ യൂഷ്വലി വരുന്ന സ്കോപ്പ് സ്ക്രീനിന്റെ മുകളിലും അടിയിലും ബ്ലാക്ക് ബാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് ബാറിലേക്ക് മുകളിലും അടിയിലേക്കും ഓരോ ചെറിയ ഫ്രെയിംസ് ഇങ്ങനെ പുറത്തേക്ക് ചാടി വരുന്ന രീതിയിലുള്ള 3D ആയിരിക്കും. ഇനി ഈ പടത്തിന്റെ പ്രത്യേകം ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് 3D മാത്രം റിലീസ് ചെയ്യുന്നുള്ള എല്ലായിടത്തും. 2D വെർഷൻ ഇല്ല ഈ സിനിമയുടെ. 3D മാത്രമേ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള 3D ഗ്ലാസ് നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ചെയ്തേക്കാം, കണ്ടു നോക്കാം. മസ്റ്റ് ആയിട്ട് കാണാം. ബറോസ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടുള്ള 3D ഗ്ലാസ് നിങ്ങൾ വാങ്ങണം. അതെങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു മുഴുനീള വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കാം. മസ്റ്റ് ആയിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രശ്നം. ഞാൻ മുഫാസ കാണാൻ പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ള 3D ഗ്ലാസ് കിട്ടാത്തതുകൊണ്ട് ഉണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ അത് കൊടുത്ത് കണ്ടു നോക്കാം, മനസ്സിലാവും. എന്റെ ആ സിനിമ റൂയിൻ ആകാനുള്ള മെയിൻ റീസൺ കറക്റ്റ് ആയിട്ടുള്ള 3D ഗ്ലാസ് കിട്ടാത്തതും കൂടിയാണ് അതിന്റെ ഒരു റീസൺ ഞാൻ പറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള 3D ഗ്ലാസ് ചോദിച്ച് വാങ്ങാൻ ശ്രമിക്കുക. തിയേറ്ററിൽ ഇരിക്കുന്ന 3D മോഡുലേറ്റർ, ഓപ്റ്റിക്കൽ മോഡുലേറ്റർ ഏതാണെന്നുള്ളത് ആ കമ്പനിയുടെ തന്നെ 3D ഗ്ലാസ് ആണ് നമുക്ക് കിട്ടിയെന്നൊക്കെ കുഴപ്പമില്ല. ഡീറ്റെയിൽ വീഡിയോ കിടപ്പുണ്ട്. ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റ് ആയിട്ടും ഒക്കെ ഞാൻ ഇട്ടേക്കാം, കണ്ടു നോക്കിയാൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഇതൊരു നല്ല അനുഭവമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കും നല്ലൊരു അനുഭവം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സുകൊണ്ട് ലാലേട്ടന്റെ ഈ സിനിമ ഹിറ്റ് ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ഹിറ്റ് ആയിട്ട് ഞാൻ പിടിച്ചാൽ കിട്ടൂല, ആ ലെവലാണ്. പക്ഷെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് വരുത്താം, എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ.
എന്തായാലും അപ്പൊ സോ ഹാപ്പി. പിന്നെ താങ്ക് യു ടു ലാലേട്ടൻ ഫോർ ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ്. കാരണം എന്റെ അമ്മയ്ക്കും അനിയനെയൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ തൊട്ടടുത്ത ദിവസം, എന്റെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, തൊട്ടടുത്ത ദിവസം തന്നെ ഫുൾ തിയേറ്റർ ബുക്ക് ചെയ്തിട്ട് അവരെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര സംഭവമാണ്, ഒന്നും പറയാനില്ല. അത് ഏട്ടാ താങ്ക് യു സോ മച്ച്, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോ ആന്റി പെരുമാൾ ചേട്ടൻ ആരെയും എല്ലാവർക്കും ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ബറോസ് ടീമിനും എല്ലാവർക്കും ഞാൻ എന്റെ അകമഴിഞ്ഞ നന്ദിയും കൂടെ പറയുന്നു. അത് പറയേണ്ടതല്ലേ, അതുകൊണ്ട് പറയണം. എന്തായാലും അവരുടെ എക്സ്പീരിയൻസ് ഞാൻ അതിന് ശേഷം അവർ കണ്ടതിന് ശേഷം ഞാൻ ചോദിച്ചു നോക്കാം. കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ രാവിലെ വനിതാ നിലയിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം PXL ഉണ്ടായിരുന്ന ഈ ഒരു മോശം അനുഭവം കാരണം എനിക്ക് അവിടെ 3D എടുക്കാൻ ഒരു മടിഞ്ഞു നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വനിതാവിന്ദയിലാണ് ബുക്ക് ചെയ്തത്. വനിതാവിന്ദ കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ PXL പോയി കാണുന്നുള്ളൂ. അല്ലാതെ എന്റെ പൈസ വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല. കാരണം എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള 3D ഗ്ലാസ് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല എന്നാണ് എന്റെ ഒരു തീരുമാനം. ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിക്കണമെങ്കിൽ ഈ സിനിമ കാണേണ്ടത് ക്യൂബിന്റെ എപ്പിക് സ്ക്രീനിലോ കാലിക്കറ്റിലുള്ള പാലക്സിയിലോ അല്ലെങ്കിൽ കോയമ്പത്തൂരുള്ള എപ്പിക് സ്ക്രീനിലോ അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു 3 വെന്യൂസ് വേറെ വന്നിട്ടുണ്ട്, അവിടെ എവിടെയെങ്കിലോ PVR ഫോർമുള്ള PXL അല്ലെങ്കിൽ IMAX-ലൊക്കെയാണ്. പക്ഷേ ഈ PXL തന്നെയാണ് കറക്റ്റ് ക്ലാസ് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് എഫക്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് കണ്ടാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണേണ്ടിയിരുന്നത് PXL. ഞാൻ തീരുമാനം എടുത്തുന്നത് PXL കാണാമെന്ന് തന്നെയായിരുന്നു. പക്ഷേ 3D പടം ആയതുകൊണ്ടും റിയലി 3D അവിടെ ഉള്ളതുകൊണ്ടും. പക്ഷെ എനിക്കുണ്ടായ മോശം അനുഭവം കാരണം ഞാൻ തീരുമാനിച്ചു വേണ്ട, വനിതാവിന്ദ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലത്തെ ഷോ വനിതാവിന്ദയിലാണ് എടുത്തിരിക്കുന്നത്. അവിടെ കണ്ടിട്ട് ഞാൻ എന്റെ അഭിപ്രായം ഇടാം. അപ്പൊ എന്തായാലും ഒരു അടിപൊളി പ്രൊജക്ടറാണ് അവിടെ ഇപ്പൊ ഇരിക്കുന്നത് സ്ക്രീൻ 3-ൽ. അപ്പൊ അവിടെയാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അതും സെൻട്രൽ സീറ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടും. അതിൽ ബ്ലാക്ക് ബാർ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വനിതാവിന്ദ ആയാലും ശരി, ഐസക് മറിയാസ് ആയാലും ശരി, ജോസ് ആയാലും രാഘവ് ആയാലും രേവതി പാരിപ്പള്ളി ആയാലും ഏരീസ് ആയാലും സ്കോപ്പ് റേഷ്യോ തിയേറ്റർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സൈഡിൽ ബ്ലാക്ക് ബാർ ഉണ്ടാവും. കാരണം വന്നിരിക്കുന്ന കണ്ടന്റ് ഫ്ലാറ്റ് കണ്ടന്റ് ആണ്, ഫ്ലാറ്റ് റേഷ്യോ കണ്ടന്റ്. അവിടെ സൈഡിലായിട്ടും ബ്ലാക്ക് ബാർ ഉണ്ടാവും. ഫ്രെയിം ബ്രേക്ക് 3D കാണിക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിഷയമായിരിക്കും കേട്ടോ. ഫ്രെയിം ബ്രേക്ക് 3D ആണെങ്കിൽ സംഭവം കലക്കും, വിഷയമായിരിക്കും, ചരിത്രം കുറിക്കും. ഇത്രയധികം ഫ്രെയിം ബ്രേക്ക് 3D ഒരു ട്രെയിലറിൽ ഞാൻ വരെ കണ്ടിട്ടുണ്ടായില്ല. ട്രെയിലറിന്റെ ഡീറ്റെയിൽഡ് ഒരു അഭിപ്രായം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതൊക്കെ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഫ്രെയിം ബ്രേക്ക് 3D കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പോ ഇത്രയധികം ഫ്രെയിം ബ്രേക്സ് ഈവൻ അവതാറിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഈ അടുത്തിറങ്ങിയ ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയധികം ഫ്രെയിം ബ്രേക്സ് ഈ സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രെയിം ബ്രേക്ക് 3Dയിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു വിഷയം മാറും. അത് ചരിത്രം കുറിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാലേട്ടൻ ചരിത്രം കുറിക്കും. അതെന്തായാലും സംഭവിക്കും. അത് ഫ്രെയിം ബ്രേക്ക് 3D ഉണ്ടെങ്കിൽ, അത്ര അധികം ഉണ്ടെങ്കിൽ. കാരണം 2 മിനിറ്റ് ട്രെയിലർ അത്ര എണ്ണം ഉണ്ടായിരുന്നു, 72 ഉണ്ടായിരുന്നു. ഫുൾ സിനിമയിൽ എന്തായിരിക്കും 1.25 മണിക്കൂർ എടുത്തിട്ടുണ്ട് സിനിമ. എന്തായാലും കാണട്ടെ, എന്നിട്ട് പറയാം. പിന്നെ 3D ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും 2K 3D ആണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. IMAX-ൽ മാത്രമേ 4K 3D നമുക്ക് ഔട്ട് കിട്ടുള്ളൂ. അപ്പൊ ബാക്കി എല്ലായിടത്തും നിങ്ങൾ കാണാൻ പോകുന്നത് 2K 3D ഔട്ടിലായിരിക്കും. എന്തായാലും നല്ല രീതിയിൽ വരട്ടെ എന്നുകൊണ്ട് ഫിംഗേഴ്സ് ക്രോസ് ആയിട്ടിരിക്കുന്നു. അത്ര എനിക്ക് പറയാനുള്ളത്. അപ്പോ കാണേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ഗ്ലാസ് നിങ്ങൾ ചോദിച്ചു വാങ്ങണം എന്നുള്ളതാണ് എന്റെ ഒരു റിമൈൻഡർ. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ അറിയാനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. 3D ഗ്ലാസിനെ പറ്റിയുള്ള എങ്ങനെയാണ്, എന്ത് രീതിയിലുള്ള ഗ്ലാസ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനകത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഭയങ്കര വലിയ വീഡിയോ ആയി മാറും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും നാളെ വേറെ വീഡിയോ ഇട്ടണം. ബൈ ബൈ.